രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞുവെക്കുക തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് കേസ്. രാഹുലിന്റെ സുഹൃത്ത് ഫെന്നിക്കെതിരെ ഉടൻ കേസെടുക്കില്ല. യുവതിയുടെ മൊഴിയിൽ ഫെനി നാനാനെതിരെ ഗുരുതര പരാമർശങ്ങളില്ല എന്നാണ് വിലയിരുത്തൽ. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള നീക്കത്തിലാണ് SIT എന്ന് മനസ്സിലാക്കുന്നു. കുരുക്കുമുറുകുകയാണോ MLA-ക്ക്? രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകയാണ്. ഇന്നലെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ 23 വയസ്സുകാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഇത് വിശദമായി പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞു വെക്കുക തുടങ്ങിയ വകുപ്പുകളാണ്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം കൂടി ചുമത്തിയിരുന്നു. ഈ കൂടുതൽ വകുപ്പുകളാകുന്നതനുസരിച്ച് കൂടുതൽ കുരുക്കുമുറുകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുലിന് ഒപ്പം തന്നെ പ്രതികരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ. ഫെന്നി നൈനെതിരെ തൽക്കാലം കേസെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ അതിജീവിതയുടെ മൊഴിയിൽ ഫെന്നിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഒന്നും ഇതുവരെയും ഇല്ല. ഈ ഫെന്നി രാഹുലിന്റെ അടുത്ത് കൊണ്ടുവിട്ടു, കാറിൽ കൊണ്ടുവിട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതല്ലാതെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയതായി ഈ നിലവിൽ മൊഴിയില്ല. എന്തായാലും ഇത് വിശദമായി പരിശോധിക്കുകയാണ്. തുടർ തെളിവുകൾ കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെന്നിക്കെതിരെ കേസെടുത്തുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിലെ തീരുമാനം. ശരി, സിജോ വി ജോണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.